മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ. രക്ഷാപ്രവർത്തനം നടത്തി ഞങ്ങൾക്ക് എത്തിയതല്ലേ ഉള്ളൂ. ഒരാളെ എടുത്തു എന്നുള്ള നിലയാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെല്ലാം അവരെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇമ്മീഡിയറ്റ് NDRFിൻ്റെ സേവനം നല്ലവണ്ണം പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ മോശമില്ലാത്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വഴിയായിട്ട് ഇത് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായിട്ടുള്ള ചില മണ്ണെടുപ്പിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ണെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ടാണല്ലോ ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചത്. അപ്പോൾ ആ നിലയിൽ അവിടെ നിന്നാണല്ലോ ഇവർ തിരിച്ചു വന്നത്. എന്തെങ്കിലും ഇപ്പം റിലീഫാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ളത്. ഏതായാലും അതിന് സാധ്യമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികളുണ്ടായിരുന്നു. ഒരു വശത്ത് അശാസ്ത്രീയമായിട്ട് മണ്ണെടുപ്പുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു നിയന്ത്രണമോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും അതൊരു അപകടം വരുന്ന സമയത്താണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപകടം ഉണ്ടാകാതിരിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ അവർ മാറ്റി താമസിപ്പിച്ചത്. ഒരു വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതോടുകൂടി തന്നെ അവരെ മാറ്റി താമസിപ്പിക്കുന്നതിന് തയ്യാറായി എന്നുള്ളതല്ലേ കാണേണ്ടത്. അങ്ങനെ മാറ്റി പാർപ്പിച്ച സ്ഥലത്തു നിന്നാണല്ലോ ആ സാധുക്കൾ എന്തോ ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നിർഭാഗ്യവശാൽ അപകടം ഉണ്ടായി. അല്ല, ഇവിടെ തിരിച്ചു പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മാറ്റി പാർപ്പിച്ചു എന്നും തിരിച്ചു പോയതായിട്ടുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്തല്ലോ. അതല്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരുന്നു? അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പം വളരെ നല്ല നിലയിൽ തന്നെ ആക്ട് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ തിരിച്ചു ചെന്നു, ഒരു അപകടം ഉണ്ടായി. അത് ഇത്രയും പെട്ടെന്ന് അവരെ റിലീഫ് ചെയ്യുക, അതാണ് ഇപ്പോൾ നടമുമ്പിലുള്ളത്. അല്ല, എന്താണോ അത്, ഏതൊക്കെ മുന്നറിയിപ്പുകളാണോ, ഏതൊക്കെ സാഹചര്യമാണോ, അക്കാര്യത്തിലെല്ലാം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ അഡ്മിനിസ്ട്രേഷനും എല്ലാം നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണല്ലോ. ആ നിലയിൽ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടാണല്ലോ ഈ അപകടത്തിൻ്റെ ഗൗരവം തന്നെ ഇപ്പോൾ കുറയാനായിട്ട് സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശം തന്നെ ഇപ്പം അതിജീവന സാധ്യമല്ലാത്ത ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു. ഇനി ഇവിടെയുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരില്ല. അങ്ങനെ ഇപ്പോൾ ഓരോ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഇപ്പം നമ്മളൊരു അപകടം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഇനി എന്ന് ഇത് തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ്സിനെയോ സാധ്യതകളെ മാറ്റി നിർത്താനായിട്ട് കഴിയില്ലല്ലോ. അതല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തെ അതിജീവിക്കാനായിട്ട് കഴിയുക. എന്തോ ഓക്കെ അത് ഒരു എനിക്ക് തോന്നിക്കുന്നില്ല. അങ്ങനെ ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. ദേശീയപാത ഉണ്ടാകേണ്ട ആവശ്യമുണ്ടല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈ സാഹചര്യങ്ങളെല്ലാം രൂപപ്പെട്ടത്. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടമാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ അപകടത്തിൽ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിമുട്ടുണ്ടായ അനുഭവത്തിൽ ഈ സാധുക്കളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത്. ദിവിഷ്, മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. അപകടം ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ അപകടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലം അതൊരു അപകട മേഖലയായി മാറുന്നത്, അതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അക്കാര്യത്തിലൊക്കെ എത്രത്തോളം ഗൗരവത്തോടെയാണ് മന്ത്രി പ്രതികരിച്ചതെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.